സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ്. അല്പസമയത്തിനകം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വി ഡി സതീശൻ ഇത്തവണ ശക്തമായ പോരാട്ടം ഒരിക്കൽ കൂടി പറവൂരിൽ നടക്കുന്നു. അതായത് ടൈസൺ ആണ് അവിടെ രാഷ്ട്രീയ എതിരാളിയായി രംഗത്ത് ഉള്ളത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. CPIയുടെ മണ്ഡലം CPI ആണ് രാഷ്ട്രീയ എതിരാളികളെ മത്സരിപ്പിക്കുന്നത്. സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. റോഡ് ഷോയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വി ഡി സതീശൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ശക്തമായ ഒരു പോരാട്ടം പറവൂരിൽ പ്രതീക്ഷിക്കാം. അതായത് വി ഡി സതീശനെ തോൽപ്പിക്കുക എന്നതാണ്. വി ഡി സതീശന് എതിരെ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയാണ് അവിടെ CPI മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ടുള്ള ആളെ മത്സരരംഗത്തേക്ക് ഇറക്കി പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ആജ്ഞ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഈ വ്യാപാര ഭവനിൽ നിന്നുമാണ് ഇപ്പോൾ തഹസിൽദാരുടെ മുന്നിലേക്ക്, വരണാധികാരിയാണ്, പറവൂർ അഡീഷണൽ തഹസിൽദാർക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. അദ്ദേഹം ഒരു റാലിയായാണ് ഇവിടെ എത്തുന്നത്. പ്രവർത്തകർക്കൊപ്പം റാലിയായാണ് ഈ പറവൂർ അഡീഷണൽ തഹസിൽദാർ മുൻപാകെ എത്തുന്നത്. എന്തായാലും റാലിയായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജീവ് ഭവനിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം കാൽനടയായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വരണാധികാരിയെ കണ്ട് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വരണാധികാരിയെ കണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. എന്തായാലും ഇന്ന് 11:30 കൂടിയാണ് സമയം, കൃത്യമായ സമയം നൽകിയിരിക്കുന്നത്. 11:30 കൂടിയാണ് നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാജ ആരോപണം എന്ന പരാതി ഉയരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഈ പറവൂരിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് എത്തിവെക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് നിരവധി അഭിലാഷ്, പ്ലാച്ചിമയുടെ സമരസമിതിയാണ് ഇലക്ഷൻ മത്സരിക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. സമരസമിതി നേതാക്കളായ വിളയോടി വേണുഗോപാൽ, ശക്തിവേൽ എന്നിവരാണ് ഇന്ന് പറവൂര് വ്യാപാര ഭവനിലെത്തി തുക കൈമാറിയത്. എന്തായാലും സമർപ്പണത്തിന് മുൻപ് തന്നെ സമിതി അംഗങ്ങളെത്തി തുക കൈമാറിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ എന്തായാലും പത്രികാ സമർപ്പണം ഉണ്ടാകും. അഭിലാഷ്, കെട്ടിവെക്കാനുള്ള പണമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനിതൊരു വലിയ തുകയായി അവരുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിന്റെ സമരസമിതിക്ക് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയും നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പത്രിക സമർപ്പിച്ച എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സമർപ്പിക്കാനുള്ള ഒരു സെക്കൻഡ്. അഭിലാഷ്, പറവൂര് വ്യാപാര ഭവനിൽ നിന്ന് കാൽനടയായിട്ടാണ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇതിനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ നീക്കങ്ങളായിട്ടുണ്ട്, ഔദ്യോഗിക നീക്കങ്ങളായിട്ടുണ്ട്. അദ്ദേഹം
പറവൂർ വരണാധികാരിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരോടൊപ്പം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായാലും പറവൂരിൽ നിന്നും കാൽനടയായിട്ട് പ്രവർത്തകരും നേതാക്കൾക്കും ഒപ്പമാണ് കാൽനടയായിട്ടാണ് അദ്ദേഹം വരണാധികാരിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്. അങ്ങേക്കായിരം